ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വാഗമണിലേക്കുള്ള ആ ഒരു ബൈക്ക് ട്രിപ്പിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേയുടെയും വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ആഴ്ച നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു വർക്കല സീരീസുമായിട്ടാണ്. അതായത് വർക്കലയിൽ എൻ്റെ പിന്നെ കണ്ടില്ലേ, നല്ല കടലിൻ്റെ കാഴ്ചകളൊക്കെ വളരെ ക്ലോസ് ആയിട്ട് കണ്ടുകൊണ്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ രണ്ട് പ്രോപ്പർട്ടീസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൽ നല്ല കടലിൻ്റെ കാഴ്ചകളോട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടിൻ്റെയും അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം സ്റ്റേയുടെയും വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് റിസോർട്ടിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ തുടർന്ന് മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ കേട്ടോ. ഈ ഏരിയ ഇത് സ്വിമ്മിംഗ് പൂള്, പിന്നെ ഇവിടെ ആയുർവേദ സ്പാ സെൻ്ററൊക്കെ ഉണ്ട് കേട്ടോ. മസാജ് സെൻറ്റർ അത് ഈ ഭാഗത്താണ്. അപ്പോൾ ഇതിന് വേറെ സെപ്പറേറ്റ് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു വേറെ ടൈപ്പ് ഓഫ് റൂംസാണ് കേട്ടോ. കുറച്ചുകൂടെ പ്രീമിയം കൈൻഡ് ഓഫ് റൂംസ് ഈ ബിൽഡിങ്ങിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ല സീ വ്യൂ കിട്ടുന്ന റൂംസ് തന്നെ എടുത്തു. പാർഷ്യൽ സീ വ്യൂ കിട്ടുന്ന റൂംസ് ഈ സൈഡിലുണ്ട്. ഈ സൈഡിൽ എനിക്കൊന്ന് 2 റൂംസിന് എന്തോ ഉള്ളൂ ഫുൾ സീ വ്യൂ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ആക്ച്വലി ബൈക്കിൽ വന്നുകൊണ്ട് ഹെൽമെറ്റൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇത് കയറി വരുമ്പോഴത്തെ ഒരു വലിയ മിററുണ്ട്, പിന്നെ ഒരു വലിയ അലമാരയുണ്ട്, പിന്നെ ഫ്രിഡ്ജുണ്ട് കേട്ടോ. അതുകൊള്ളാം. ഈ കാറ്റഗറി ഓഫ് റൂംസിലെല്ലാം ഫ്രിഡ്ജുണ്ട്, പിന്നെ ടീ കോഫി മേക്കറൊക്കെ ഉണ്ട് കേട്ടോ. TV ഉണ്ട്, AC ഉണ്ട്, വലിയൊരു ബെഡുണ്ട്. ഒരാൾ ഓൾറെഡി വന്നവരുടെ കയറി കിടന്നു. പിന്നെ ടെലിഫോൺ ഉണ്ട്. അവിടെ ഒരു ടേബിളും കൂടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ മുറിയാണിത് കൊള്ളാം. പിന്നെ നമുക്ക് നേരെ സീ വ്യൂ റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടോ. നേരെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നല്ല കടലിൻ്റെ കാഴ്ചകൾ കാണാം. വർക്കലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഇതാണ്. നല്ല ഹൈറ്റിൽ നിന്ന് നമുക്കിങ്ങനെ കടലിൻ്റെ ദൂരക്കാഴ്ചകൾ കാണാം. ഇവിടെ ഒരു ഹാങ്ങറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെയിൻ കോട്ടൊക്കെ ജസ്റ്റ് ഇവിടെ തന്നെ ഇട്ട് പരുന്തൊക്കെ പോകും. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കേട്ടോ. അപ്പോൾ അത് വേറൊരു കാറ്റഗറി ഓഫ് റൂംസാണ്. ഇവിടെ പിന്നെ കൂടുതലും സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഒരു വ്യൂസാണ് കിട്ടുന്നത്. എനിക്കൊന്ന് അങ്ങ് അറ്റത്ത് 2 റൂംസുണ്ട്. ഇത് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ്റൂം കേട്ടോ. ഇത് ഞങ്ങൾ മഴ നനഞ്ഞാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് കുറച്ച് തുണികൾ ഉണക്കായിട്ടതാണ്, ബൈക്കിലാണ് കേട്ടോ. അപ്പം അത്യാവശ്യം അമ്യൂണിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേ ഡോബിൻ്റെ സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. സോപ്പ് കാര്യങ്ങൾ, പിന്നെ ടവൽസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റാർ കാറ്റഗറി റിസോർട്ടാണ്. അപ്പോൾ ഓഫ് സീസണും കൂടെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടി. ഡ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു മിററൊക്കെ ഉണ്ട്. ഇതിനകത്താണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇവിടെ ഒരു വാക്ക് വേ പോലെ ചെയ്തിട്ടുണ്ട്. ഈവനിങ് ആകുമ്പോൾ ഇവിടെ ലൈറ്റ്സൊക്കെ ഇടും ഫുള്ള്. നല്ലൊരു അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഒരു എനിക്കൊന്ന് 2 സ്റ്റാറോ 3 സ്റ്റാറോ എന്തോ ആണിത് റിസോർട്ട്. ഈ വാക്ക് വേയിൽ കൂടെ നടന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ തൊട്ടടുത്ത് കടലിൻ്റെ കാഴ്ചകൾ കിട്ടുന്ന ആ ഒരു ഏരിയയുടെ തൊട്ടടുത്തെത്തും. അപ്പോൾ അതേ ആ മുകളിലത്തെ നിലയിലാണ് നമ്മളുടെ മുറി കേട്ടോ. ആ മുകളിലത്തെ നിലയിൽ നിന്ന് 2ാമത്തെ മുറി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ നല്ല കിടിലം വ്യൂ ആട്ടോ. അതാ നേരെ നമ്മുടെ ബീച്ച് വ്യൂ ആണ്. നമുക്കിവിടെ വന്ന് നിൽക്കാനൊക്കെ ആയിട്ട് സ്പേസ് ഉണ്ട്. ഇപ്പം മഴയാണ്ട് കസേരകളൊക്കെ മാറ്റി വെച്ചാൽ, അല്ലെങ്കിൽ അവിടെ കുറേ കസേരകളുണ്ട്. അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിങ്ങനെ കടൽ കണ്ടുകൊണ്ടിരിക്കാം. എനിക്ക് നമ്മുടെ വർക്കലയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാണ് കേട്ടോ. നമുക്ക് ഇതേപോലെ റിസോർട്ടുകളിലും ഒക്കെ വന്നിട്ട് നല്ല ക്ലിഫിൽ നിന്ന് ഇങ്ങനെ നല്ല കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അടിപൊളിയല്ലേ? മഴയില്ല ഭാഗ്യത്തിന്. നമ്മൾ വന്ന സമയത്തൊക്കെ മഴയായിരുന്നു. ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. ഈ ചെടികൾ ഇതിപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു നാരങ്ങ, അതാ പഴുത്ത നാരങ്ങയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഉണ്ട്. പേരയ്ക്ക, പിന്നെ മറ്റേ ഫിഗിൻ്റെ ചെടിയുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. അവിടെയാണ് സ്വിമ്മിംഗ് പൂള്, അതിൻ്റെ അവിടെ. ആ നേരെ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് നേരെ ഇങ്ങോട്ട് വന്നാൽ കടൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള
രാവിലത്തെ കാഴ്ചകളാണ്. സമയം രാവിലെ ഒരു 6:15. കടൽ നല്ല ഫോമിലാണ് കേട്ടോ. ഇന്നലെ മൊത്തം മഴയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റിസോർട്ടിൻ്റെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ നല്ല ക്ലൈമറ്റാണ്, നല്ല ബ്ലൂ സ്കൈ ഒക്കെ കിട്ടി നമുക്ക്. അതുകൊണ്ട് തന്നെ ഇത്തിരി ഒരു ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. രാവിലെ 8 മണി തൊട്ട് സ്വിമ്മിംഗ് പൂൾ ഓപ്പണാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്കൊക്കെ ജസ്റ്റ് പോയി കുറച്ച് നല്ല വ്യൂസൊക്കെ എടുക്കാം. അതായത് ദേ അവിടെയാണ് നമ്മുടെ റൂം. അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് വന്നാൽ ദേ ഇപ്പുറത്തെ സ്വിമ്മിംഗ് പൂള്. ഇവിടെ വേറൊരു ടൈപ്പ് ഓഫ് റൂംസ്. ദേ ഇവിടെ നിന്ന് നമ്മുടെ കടലിൻ്റെ കാഴ്ചയിൽ കിട്ടുന്ന ആ ഒരു സ്ഥലം. പിന്നെ ദേ അവിടെയാണ്, അവിടെ നിന്ന് പോയാൽ നമുക്ക് നേരെ താഴോട്ടേക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ടൊരു ആക്സസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് ബീച്ച് ആക്സസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഇവിടെ ഇതാ കസേരയൊക്കെ ഇട്ടിരിക്കാം കേട്ടോ. അവിടെ കുറച്ച് കസേരകളൊക്കെ വെച്ചിട്ടുണ്ട് സൈഡിൽ. അപ്പോൾ നമ്മുടെ റിസോർട്ടിലുണ്ടായിരുന്നവരാണ് ഇതാ അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതായത് അതുവഴി പോകാനായിട്ടൊരു വഴിയുണ്ട് നമുക്ക്. ദേ അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് പോവാം. എന്തായാലും രാവിലെ നല്ലൊരു അറ്റ്മോസ്ഫിയർ. കാരണം ഇന്നലെ മൊത്തം മഴയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ബീച്ച് അത്ര ബ്യൂട്ടിഫുള്ളും അല്ലായിരുന്നു. മൊത്തം ഒരു എന്താ പറയുക, നനഞ്ഞും അതുപോലെ തന്നെ കളറും ഇല്ലായിരുന്നു ഇത്രയും. ഇപ്പോൾ അത് അവിടെയൊക്കെ നല്ല ഒരു അങ്ങോട്ടൊക്കെ ഒരു പച്ച കളറൊക്കെ വരുന്നുണ്ട്. സ്കൈലാർക്ക് സീ വ്യൂ റിസോർട്ടിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് പറയുന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ്, അതായത് തൊട്ടിപ്പുറത്ത് സ്വിമ്മിംഗ് പൂള്, അവിടെ റെസ്റ്റോറൻറ്റ്, പിന്നെ അതെ ഇത് കണ്ടോ, നമുക്കിവിടെ ജസ്റ്റ് കടൽ കണ്ട് നിൽക്കാൻ പറ്റിയൊരു ഇരിക്കാനും പറ്റിയൊരു സ്ഥലം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും 4500 തൊട്ട് റൂംസ് ഉണ്ട് കേട്ടോ. പക്ഷേ അതിനൊന്നും സീ വ്യൂ ഇല്ല. പിന്നെ സീ വ്യൂ റൂംസിന് 6000 തൊട്ടാണ് റേറ്റ്സ് വരുന്നത്. എനിക്ക് 6000 ആണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോസിലും ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വിളിക്കാനുള്ള നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അതുപോലെ താഴെ ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കുക എത്ര റേറ്റ് പറയുന്നത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഗോഎബിബോ അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പ് പോലുള്ള ആപ്പുകളിലും കൂടെ ഒന്ന് റേറ്റ് ചെക്ക് ചെയ്യുക. കാരണം ഞാനിവിടെ വിളിച്ചപ്പോൾ 8000 രൂപയാണ് ഞാനെടുത്ത റൂമിന് പറഞ്ഞത്. പക്ഷേ എനിക്കത് ഗോഎബിബോയിൽ 6200 കിട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുക. ഒരു ആപ്പിൽ മാത്രമായിട്ട് നോക്കാതെ ഒരു 2-3 ആപ്പുകളിൽ നോക്കുക. ഗോഎബിബോ, മേക്ക് മൈ ട്രിപ്പ്. എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഗോഎബിബോയിലാണ് എനിക്കങ്ങനെ കിട്ടുന്നത്. അതിന് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാണോ എന്നറിയില്ല. പക്ഷേ മേക്ക് മൈ ട്രിപ്പിൽ അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. റേറ്റ് കൂടുതലായിട്ട് തന്നെ കാണിക്കുന്നു. അപ്പോൾ അതൊന്ന് ഓർത്തുകൊള്ളുക. ഒരു മെയിൻ എനിക്ക് തോന്നുന്നു ഇത് തന്നെ. നേരെ സ്വിമ്മിംഗ് പൂളുണ്ട് ഈ ഒരു റേറ്റിന്. പിന്നെ നമുക്ക് നേരെ ബീച്ച്, പ്രൈവറ്റ് ബീച്ച് ആക്സസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു പ്രൈവറ്റ് ബീച്ച് പോലെ, കാരണം ഒട്ടും ക്രൗഡഡ് ഇല്ലാത്തൊരു ബീച്ചാണിത്, ആലിയിറക്കം ബീച്ച് എന്ന് പറയുമ്പോൾ. അതിൻ്റെ ആ ഒരു 1-2 അപ്പോഴത്തെ റിസോർട്ടുകളിലെയും ആൾക്കാർ മാത്രമേ താഴെ കാണത്തുള്ളൂ ബീച്ചിൽ. അപ്പോൾ നമുക്ക് ബീച്ചിലേക്ക് ഡയറക്റ്റ് ഇറങ്ങാനായിട്ട് ഇവിടെ ഒരു വഴിയുണ്ട്. അതുവഴി താഴെ ബീച്ചിലേക്ക് പോകാം. ബീച്ച് നല്ല അറിയാലോ, വർക്കലയിലെ പിന്നെ കാര്യം എടുത്ത് പറയണ്ടല്ലോ. നല്ല വിദൂരതയിലേക്ക് നമുക്കിങ്ങനെ നോക്കിയിരിക്കാം. അത്രയ്ക്ക് ദൂരത്തേക്ക് നമുക്ക് കടൽ കാണാം ഇവിടെ. അതൊരു പോസിറ്റീവ് അനുഭവം തന്നെയാണ്. പിന്നെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ, എടുത്ത് പറയാം. പിന്നെ ടേസ്റ്റി ഫുഡ് ചെയ്യുന്നത് കേട്ടോ ആ പ്രൈസിന്. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. പക്ഷേ ഒരു നെഗറ്റീവ് തോന്നിയെന്ന് വെച്ചാൽ വലിയ സ്പ്രെഡില്ല, കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ആകെ 2-3 ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റേറ്റിന് ഇനിയും കുറച്ചും കൂടെ ഐറ്റംസും കൂടി ആകാമെന്ന് തോന്നി. പക്ഷേ ടേസ്റ്റി ആയിരുന്നു ഫുഡ്, കുഴപ്പമൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് മൊത്തം. പിന്നെ ആംബിയൻസും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല മെയിൻറ്റെയിൻസൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ സ്കൈലാർ സീ വ്യൂ റിസോർട്ടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞിട്ടില്ല, വർക്കലയിൽ മറ്റൊരു സ്റ്റേയിലേക്ക് പോവുകയാണ്, ഒരു കുഞ്ഞു ഹോം സ്റ്റേ. ആ ഒരു ഹോം സ്റ്റേയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.